السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തി തഖ്വയുള്ളവരായി ജീവിക്കുവാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്നത് ചില വിശ്വാസ കാര്യങ്ങളും അതനുസരിച്ചുകൊണ്ടുള്ള കർമ്മങ്ങളും ആണ്. അവയെ നമ്മൾ ഇസ്ലാം കാര്യങ്ങൾ അല്ലെങ്കിൽ ഈമാൻ കാര്യങ്ങൾ എന്ന് നമ്മൾ സാധാരണയായി പറയാറുണ്ട്. ഈമാൻ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നിർബന്ധമായി കൊണ്ടും വിശ്വസിക്കേണ്ട, ആ വിശ്വാസത്തിനനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ട ക്രമീകരണങ്ങൾ വരുത്തുന്നതിനാണ് സാധാരണയായിക്കൊണ്ട് നമ്മൾ ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നത്. അല്ലാഹുവിനുള്ള വിശ്വാസവും അവന്റെ മലക്കുകളിലുള്ള വിശ്വാസവും അവന്റെ വേദഗ്രന്ഥങ്ങളിലും അവന്റെ പ്രവാചകന്മാരിലും വിശ്വസിക്കുക. അതോടൊപ്പം തന്നെ ഈ ലോകത്തിനൊരു അന്ത്യമുണ്ട്, ഖിയാമത്ത് നാളുണ്ട്, ശേഷം സ്വർഗമുണ്ട്, നരകമുണ്ട്. ഇങ്ങനെ അന്ത്യനാളിൽ വിശ്വസിക്കുക. ആറാമതായി ഒരു മനുഷ്യന്റെ ജീവിതത്തിലുള്ള നന്മയും തിന്മയുമെല്ലാം അല്ലാഹുവിന്റെ കണക്കനുസരിച്ചുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നുള്ള ഖദറുള്ള വിശ്വാസം. ഇതിൽ അല്ലാഹുവിനുള്ള വിശ്വാസം കഴിഞ്ഞാലുള്ളതാണ് മലക്കുകളുള്ള വിശ്വാസം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മലക്കുകളെ സംബന്ധിച്ച് അവൻ ചില കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഒരു വിശ്വാസിയായ മനുഷ്യന്റെ ജീവിതത്തിൽ എങ്ങനെയാണ് മലക്കുകൾ സ്വാധീനം ചെലുത്തുന്നത്, എങ്ങനെയാണ് അവർ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കുമ്പോഴാണ് ഒരു മനുഷ്യന്റെ ഈമാൻ ആ വിഷയത്തിൽ പൂർണ്ണമാകുന്നത്. മലക്കുകളെ നമ്മൾ കാണുന്നില്ലെങ്കിലും നിർബന്ധമായിക്കൊണ്ട് നമ്മൾ വിശ്വസിക്കണം. വൽമുഅ്മിനൂന കുല്ലുൻ ആമന ബില്ലാഹി വമലായികതിഹി. വിശ്വാസികൾ മുഴുവനും വിശ്വസിക്കുന്നവരാണ്. അവർ അല്ലാഹുവിൽ വിശ്വസിച്ചിട്ടുണ്ട്, അവന്റെ മലക്കുകളിൽ വിശ്വസിച്ചിട്ടുണ്ട്.
എന്താണ് മലക്കുകളുടെ പ്രത്യേകത? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഖുലിഖത്തിൽ മലായികത്തു മിൻ നൂർ, പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മലക്കുകൾ. ആ മലക്കുകളുടെ യഥാർത്ഥ രൂപത്തിൽ നമുക്ക് ദൃശ്യമാവുകയില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ തന്റെ നബുവത്തിന്റെ ജീവിത കാലഘട്ടത്തിൽ 2 തവണ മാത്രമാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ അതിന്റെ ആ ജിബ്രീലിന്റെ പൂർണ്ണമായ രൂപത്തിൽ കണ്ടിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ ആ 2 സംഭവങ്ങളെയും നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. വലഖദ് റആഹു ബിൽ ഉഫ്ഖിൽ മുബീൻ, വ്യക്തമായ ഉഫ്ഖിൽ വെച്ചുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ പ്രവാചകൻ കാണുകയുണ്ടായി. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, വഹിയ റുയത്തുൽ ഊല അല്ലതി കാനത് ബിബത്ഹ, ബത്ഹയിൽ വെച്ച് രണ്ടാമതായി കൊണ്ട് പ്രവാചകന് വഹി നൽകപ്പെടുന്ന ആ സന്ദർഭത്തിൽ അവിടെ വെച്ചുകൊണ്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ ആദ്യമായി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നത്. 600 ചിറകുകളുള്ള ഒരു വലിയ സൃഷ്ടിയായിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിനെ കണ്ടത്. فكان قاب قوسين أو أدنى فأوحى إلى عبده ما أوحى. ഇത് സൂറത്ത് നജ്മിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഭവത്തെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഭൂമിയിൽ വെച്ചാണ് സംഭവിച്ചതെങ്കിൽ രണ്ടാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണുന്ന ഭൂമിയിൽ വെച്ചല്ല, അത് 7 വാനങ്ങൾക്കും അപ്പുറത്ത് സിദ്റത്തുൽ മുൻതഹയുടെ അടുക്കൽ വെച്ചുകൊണ്ടാണ്. വലഖദ് റആഹു നസ്ലതൻ ഉഖറ ഇൻദ സിദ്റത്തുൽ മുൻതഹ ഇൻദഹാ ജന്നത്തുൽ മഅവ. സൂറത്തുൽ നജ്മിൽ തന്നെ അല്ലാഹു പറയുന്നു, മറ്റൊരു പ്രാവശ്യം അദ്ദേഹം ജിബ്രീലിനെ കണ്ടിട്ടുണ്ട്. അത് സിദ്റത്തുൽ മുൻതഹയുടെ അടുക്കൽ വെച്ചുകൊണ്ടാണ്. ഇൻദഹാ ജന്നത്തുൽ മഅവ, അതിന്റെ അടുക്കലാണ് സ്വർഗമുള്ളത്, ശാശ്വതമായ സ്വർഗം. അതിന്റെ സമീപത്തുള്ള ജന്നത്ത്, പിന്നെ സിദ്റത്തുൽ മുൻതഹ, അതിന്റെ അടുത്താണ് സ്വർഗമുള്ളത്. ആ സിദ്റത്തുൽ മുൻതഹയുടെ അടുത്ത് വെച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ കണ്ടിട്ടുള്ളത്. മലക്കുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്കറിയാം മനുഷ്യന്മാർ, നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. മനുഷ്യന്മാരെക്കാൾ ശക്തിയും കഴിവുമൊക്കെയുള്ള ജീവജാലങ്ങൾ ഭൂമിയിലുണ്ട്. പക്ഷെ ആ ജീവജാലങ്ങളെല്ലാം മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് കീഴ്പ്പെടുത്താനും അവയെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം യഥേഷ്ടം ഉപയോഗിക്കാനുമുള്ള കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാർക്ക് നൽകിയിട്ടുണ്ട്. തന്റെ തുമ്പിക്കൈ കൊണ്ടെന്ന് വളർത്തിയടിച്ചാൽ മരിച്ചു പോകുന്ന മനുഷ്യൻ ആ ആനയെ മെരുക്കിയെടുത്ത് തന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അതേസമയത്ത് മലക്കുകളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ടത് വലിയ സൃഷ്ടികളാണവർ. മനുഷ്യന്മാരെക്കാൾക്കും എത്രയോ വലിയ, എത്രയോ ശക്തിയുള്ള സൃഷ്ടികളാണ് അള്ളാഹുവിന്റെ മലക്കുകൾ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞല്ലോ, 600 ചിറകുകളുണ്ട്. ഒരു ചിറകുകൊണ്ട് ഒരു പർവ്വതം മറിച്ചിടാൻ മാത്രം ശക്തിയുണ്ടെന്നാണ് പ്രവാചകന്റെ ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ത്വായിഫിൽ നിന്ന് വന്നപ്പോ ചരിത്രം നമുക്കറിയാമല്ലോ. അത്രയും ശക്തിയുള്ള സൃഷ്ടികളാണ് അള്ളാഹുവിന്റെ മലക്കുകൾ. വലിയ ഭീമാകാരങ്ങളായ മനുഷ്യന്മാർക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത വലുപ്പമാണ് ചില മലക്കുകൾക്കുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉദിന ലി അൻ ഉഹദ്ദിസ അൻ മലക്കിൻ മിൻ മലായികത്തില്ലാഹ്, അള്ളാഹുവിന്റെ മലക്കുകൾ, ചില മലക്കുകളെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ അള്ളാഹ് എനിക്ക് അനുവാദം തന്നിട്ടുണ്ട്. അതേത് മലക്കുകളാണ്? മിൻ ഹമലത്തിൽ അർശ്, അള്ളാഹുവിന്റെ അർശ് വഹിച്ചുകൊണ്ടിരിക്കുന്ന മലക്കുകൾ. ആ മലക്കുകളിൽ ചില മലക്കുകളുടെ വലിപ്പത്തെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ അള്ളാഹ് എനിക്ക് അനുവാദം തന്നു. എന്താണ് ആ മലക്കിന്റെ വലിപ്പം? ഇന്നമാ ബൈന ശഹ്മത്തി ഉദ്നിഹി ഇലാ ആതിഖി, ആ മലക്കിന്റെ ഈ ചെവിയുടെ ഈ ഭാഗത്ത് നിന്ന് ഈ ആറ്റത്തിലേക്ക്, തോളിലേക്കുള്ള ദൂരം, നമ്മുടെ തോളിലേക്കുള്ള ദൂരം വരുന്ന 4 വിരൽ 5 വിരലുണ്ടാവും. നമ്മുടെ ഓരോരുത്തരും ഈ ചെവിക്കുഞ്ഞിൽ നിന്ന് തോളിലേക്കുള്ള ദൂരം. പ്രവാചകൻ പറഞ്ഞു, അള്ളാഹുവിന്റെ അർശ് വഹിക്കുന്ന മലക്കുകളുടെ അതിൽപ്പെട്ട ഒരു മലക്കിന്റെ വലിപ്പം, അതിന്റെ ശഹമത്തൂതിൽ നിന്ന് ആറ്റത്തിലേക്കുള്ള ദൂരം മസീറത്ത് 700 ആമിൻ, നിങ്ങൾ 700 വർഷക്കാലം സഞ്ചരിച്ചാൽ എത്തുന്ന വഴിദൂരമാണ് എന്ന്. നമുക്കൊരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്ത ദൂരമാണ്. അത് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരമാണ്.
അപ്പോൾ ആ മലക്കിന്റെ വലിപ്പം എത്രയുണ്ടാകുമെന്ന് നമുക്കൊരിക്കലും ഭാവനയിൽ പോലും ചിന്തിക്കാൻ പോലും കഴിയില്ല. അത്രയും വലിയ ഭീമാകാരങ്ങളായ സൃഷ്ടികളാണ് അള്ളാഹുവിന്റെ മലക്കുകൾ. ആ മലക്കുകളിലാണ് നാം വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് മാത്രമല്ല, അവരുടെ വലുപ്പത്തിനനുസരിച്ചുകൊണ്ടൊരു രൂപത്തിൽ ഏറെ ഭംഗിയുള്ള സൗന്ദര്യമുള്ളവരാണ് അള്ളാഹുവിന്റെ മലക്കുകൾ എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. വലിപ്പം കൂടിയതനുസരിച്ചുകൊണ്ട് വൈരൂപ്യത ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ സൗന്ദര്യക്കുറവുണ്ടാകുന്നില്ല. ദൂമിറത്തിൻ ഫസ്തവ, അങ്ങേറ്റവും സൗന്ദര്യമുള്ള, കാണാൻ ഭംഗിയുള്ളവരാണ് അള്ളാഹുവിന്റെ മലക്കുകൾ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കൊടുത്ത വിശദീകരണം ദൂമൻബറിൻ ഹസനി, നല്ല ഭംഗിയുള്ളവരാണ് അള്ളാഹുവിന്റെ എല്ലാ മലക്കുകളും. മലക്കുകളുടെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് ഭംഗിയുള്ളതാണ് എന്നത് പൊതുവെ മനുഷ്യന്മാർക്കുള്ള ധാരണയുണ്ട്. അത് ശരിയാണ്. അതുകൊണ്ടാണല്ലോ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കണ്ടപ്പോൾ അവിടുത്തെ പെണ്ണുങ്ങൾ പറഞ്ഞു, മനുഷ്യന്റെ സൗന്ദര്യത്തിന്റെ, ആദം നബിയുടെ സൗന്ദര്യത്തിന്റെ പകുതിയാണ് യൂസുഫ് നബിക്ക് കിട്ടിയത്. ആ സൗന്ദര്യം കണ്ടപ്പോൾ അവിടുത്തെ പെണ്ണുങ്ങൾ എന്താ പറഞ്ഞത്? മാ ഹാദാ ബശർ ഇൻ ഹാദാ ഇല്ലാ മലക്കുൻ കരീം, ഇതൊരു മനുഷ്യനല്ല, ഇതൊരു മലക്കാണ്. മലക്കുകൾ ഏറ്റവും സൗന്ദര്യമുള്ള സൃഷ്ടികളാണെന്നാണ് മനുഷ്യന്മാർ വിശ്വസിക്കുന്നത്. ശരിയായ വിശ്വാസമാണ്, ഖുർആന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക്, പ്രവാചകന്റെ അടുക്കിലേക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വഹയുമായി കൊണ്ടുവന്നിട്ട് ചിലപ്പോൾ മനുഷ്യരൂപത്തിലാണ്. മനുഷ്യരൂപത്തിൽ വന്നിരുന്നത് ദഹിയ്യത്ത് ഇബ്നു ഖലീഫ എന്ന് പറയുന്ന സഹാബിയുടെ രൂപത്തിലാണ്. ദഹിയ, ആ സഹാബിയുടെ പ്രത്യേകത, ഏറ്റവും നല്ല സഹാബികന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും സുമുഖനായ ഒരു സഹാബിയായിരുന്നു ദഹിയ റളിയല്ലാഹു അൻഹു എന്ന ഹദീസിൽ കാണാം. അതുകൊണ്ട് തന്നെ ഏത് രൂപത്തിൽ വന്നാലും മലക്കുകൾ സുമുഖന്മാരായിക്കൊണ്ടാണ് വരിക. മഹദിയായ മറിയം അലൈഹി സ്വലാത്തു വസ്സലാം, മറിയം റളിയല്ലാഹുവിന്റെ അടുക്കിലേക്കും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നതിനെ സംബന്ധിച്ചും വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുക അങ്ങനെ തന്നെയാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും ശ്രേഷ്ഠരായ സൃഷ്ടികളാണ് അള്ളാഹുവിന്റെ മലക്കുകൾ. ആ മലക്കുകളിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രവാചകന്റെ കൂടെ ബദറിൽ പങ്കെടുത്ത അള്ളാഹുവിന്റെ മലക്കുകൾ. ആ മലക്കുകളെ സംബന്ധിച്ചിടത്തോളം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം യുദ്ധം കഴിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാൻ, മാ തഅദ്ദൂന അഹ്ല ബദരിൻ ഫീക്കും, നിങ്ങൾ ഇപ്പോൾ ബദറിൽ പങ്കെടുത്ത മുസ്ലിമീങ്ങളൊക്കെ സംബന്ധിച്ച്, ഇവിടെയുള്ള വിശ്വാസികളെ സംബന്ധിച്ച് നിങ്ങൾ എന്താണ് കണക്കാക്കുന്നത്, എന്താണ് നിങ്ങളുടെ ധാരണ? പ്രവാചകൻ പറഞ്ഞു, മിൻ അഫ്ളലിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠന്മാരാണ് ബദരീങ്ങളിൽ പങ്കെടുത്തവർ. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, ഇഅ്മലു മാ ശിഅ്തും, ബദരീങ്ങൾക്കുള്ള പ്രത്യേകതയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നീ പ്രവർത്തിക്കാം, ഗഫറല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്കെല്ലാം പുറത്തു തന്നിരിക്കുന്നു. ഇത് അല്ലാഹു അവർക്ക് കൊടുത്തൊരു ഓഫറാണ്. അത് വിചാരിച്ച് അവർ തെറ്റ് ചെയ്യാൻ പോയിട്ടില്ല. അത് അല്ലാഹു അവർക്ക് കൊടുത്തൊരു ആദരവാണ്. കാരണം അഫ്ളൽ മുസ്ലിമീനാണ് അവർ. എന്നിട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇത് കേട്ടപ്പോൾ പറഞ്ഞു, വകദാലിക മൻ ശഹിദ ബദറൻ മിനൽ മലായിക, അതുപ്രകാരം തന്നെയാണ് ബദറിൽ പങ്കെടുത്ത മലക്കുകളും അങ്ങനെ തന്നെയാണ്. ബദറിൽ മലക്കുകൾ ഇറങ്ങിയിട്ടുണ്ട്. ചില ആളുകൾക്ക് അത് അന്ധവിശ്വാസം എന്ന് പറയാറുണ്ട്. പക്ഷെ ഹദീസിൽ വളരെ വ്യക്തമാണ്, ബദറിൽ മലക്കുകൾ ഇറങ്ങി യുദ്ധം ചെയ്തിട്ടുണ്ട്. അത് ചരിത്രത്തിൽ അറിയപ്പെട്ടതാണ്, ഹദീസിനും ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതുമാണ്. മലക്കുകളെ സംബന്ധിച്ചിടത്തോളം പിന്നെ മനുഷ്യന്മാരെ പോലെ ആണുങ്ങൾ പെണ്ണുങ്ങളെ വ്യത്യാസമില്ല. അവർക്ക് ഭക്ഷണം ആവശ്യമില്ല, ക്ഷീണമോ മയക്കമോ അവർ ബാധിക്കുകയില്ല. വിശുദ്ധ ഖുർആൻ പറയുന്നു, യുസബ്ബിഹൂന അൽ-ലൈല വൻ-നഹാർ ലാ യഫ്തുറൂൻ, രാവിലെയും വൈകുന്നേരവും, രാവിലും പകലിലും എല്ലാം അവർ അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ലാ യഫ്തുറൂന, അവർ തളരുകയില്ല, തളർച്ച ബാധിക്കുകയില്ല. വല്ലദീന ഇൻദ റബ്ബിക യുസബ്ബിഹൂന ലഹു ബിൽ-ലൈലി വൻ-നഹാർ ലാ യസ്അമൂൻ, അവർക്കൊരിക്കലും ക്ഷീണം ബാധിക്കുന്നില്ല, തളർച്ചയില്ല. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തസ്ബീഹിലും തഹ്മീദിലുമായി പടച്ചറപ്പിന്റെ കൽപ്പനകൾ ശിരസാ വഹിച്ച് ജീവിക്കുന്നവരാണ് അള്ളാഹുവിന്റെ മലക്കുകൾ. എത്രയാണ് മലക്കിന്റെ എണ്ണം? അത് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. മനുഷ്യന്മാരുടെ എണ്ണം വേണമെങ്കിൽ സെൻസ് എടുത്താൽ കിട്ടും നമുക്ക്. പക്ഷേ മലക്കുകളുടെ എണ്ണം എത്രയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ അറിയുകയുള്ളൂ. വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാ ഹു, നിന്റെ റബ്ബിന്റെ സൈന്യത്തെ കുറിച്ച് റബ്ബിന് മാത്രമേ അറിയുകയുള്ളൂ. അതിന്റെ എണ്ണത്തിന്റെ ആധിക്യം പ്രവാചകൻ പറയാണ്, ബൈത്തുൽ മഅമൂർ, ഏഴാകാശത്തിനപ്പുറത്തുള്ള ബൈത്തുൽ മഅമൂറിലേക്ക്, ഹാദൽ ബൈത്തുൽ മഅമൂർ യുസല്ലി ഫീഹി ഫീ കുല്ലി യൗമിൻ 70000 മലക്, ഓരോ ദിവസവും 70,000 മലക്കുകൾ ബൈത്തുൽ മഅമൂറിലേക്ക് നമസ്കരിക്കാൻ എത്തുന്നുണ്ട്. ബൈത്തുൽ മഅമൂർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കഅബയുടെ, ഭൂമിയുടെ കഅബയുടെ നേരെ മുകളിൽ ആകാശത്തിലെ കഅബയാണ് ബൈത്തുൽ മഅമൂർ. അവിടെ മലക്കുകൾ വരുന്നു, നിസ്കരിക്കുന്നു, തവാഫ് ചെയ്യുന്നു. അങ്ങനെ ഓരോ ദിവസവും അവിടെ നമസ്കാരത്തിനും തവാഫിനും എത്തുന്നവർ 70,000 മലക്കുകളാണ്. പക്ഷേ ലാ യഊദൂന ഇലൈഹി,
പിന്നീട് ഒരു പ്രാവശ്യം വന്നവർ അവിടേക്ക് മടങ്ങിയെത്തുന്നില്ല. നിങ്ങൾ ആലോചിക്കണം, പ്രപഞ്ചം ഉണ്ടായത് മുതൽ മനുഷ്യനുണ്ടാകുന്നതിന് മുമ്പ് മലക്കുകളുണ്ട്. ആ പ്രപഞ്ചം ഉണ്ടായത് മുതൽ 70,000 മലക്കുകൾ ഓരോ ദിവസവും അവിടേക്ക് കയറി വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ മലക്കിന്റെ എണ്ണം എത്രയായിരിക്കും? അള്ളാഹുവിന്റെ സൃഷ്ടിവൈഭവം സഹോദരന്മാരെ നമുക്കൊരിക്കലും ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. നരകം കൊണ്ടുവരുന്നത് മലക്കുകളാണ്. പ്രവാചകൻ പറഞ്ഞു, 70,000 ചങ്ങലകൾ ഉണ്ടായിരിക്കും നരകത്തിന്. അതിലോരോ ചങ്ങലയിലും 70,000 മലക്കുകൾ ഉണ്ടായിരിക്കും എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. സഹോദരന്മാരെ, ഇതെല്ലാം മലക്കുകളുമായി കൊണ്ട് ബന്ധപ്പെട്ട് അടിസ്ഥാനപരമായി കൊണ്ട് നമ്മൾ വിശ്വസിക്കേണ്ട കാര്യങ്ങളാണ്. ഈ മലക്കുകളുടെ വിശ്വാസത്തിൽ, നമ്മുടെ വിശ്വാസത്തിൽ സ്വാധീനം ചെലുത്തേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ജീവിതത്തിലും മാറ്റമുണ്ടാകാൻ പ്രേരണയാകേണ്ട ചില കാര്യങ്ങളുണ്ട് മലക്കുകളുടെ വിശ്വാസവുമായി കൊണ്ട് ബന്ധം. അതെന്താണ്? അപ്പൊ നമുക്കറിയാലോ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മലക്കിന്റെ എണ്ണം ഞാൻ പറഞ്ഞു. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എണ്ണിക്കണക്കാക്കാൻ കഴിയാത്ത അത്രവിധം മലക്കുകളുണ്ട്. എന്താണ് മലക്കിന്റെ ഒക്കെ ജോലി? അള്ളാഹുവിന് തസ്ബീഹുകളും തഹ്മീദുകളും സുജൂദുകളും അർപ്പിച്ചുകൊണ്ട് പടച്ചറപ്പിനെ പുകഴ്ത്തിക്കൊണ്ട് ജീവിക്കുക. നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു പാഠം എന്താണ്? ഞാനും നിങ്ങളുമൊന്നും അള്ളാഹുവിന് സുജൂദ് ചെയ്യാൻ മടി കാണിച്ചാൽ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾക്കനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ, ജീവിതം ക്രമീകരിക്കാൻ, ചിട്ടപ്പെടുത്താൻ മടി കാണിച്ചാൽ അതിനൊന്നും പടച്ചറപ്പിന്റെ അടുക്കൽ ഒരു നഷ്ടവും അള്ളാഹുവിന് സംഭവിക്കാനില്ല. ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരും സത്യനിഷേധികളായി മാറിയാലും പടച്ചറപ്പിനെ ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണെങ്കിലും അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹിനെ പുകഴ്ത്താനും അള്ളാഹ്ക്ക് തസ്ബീഹ് ചെയ്യാനും അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യാനും വേറെയും ഒരുപാട് സൃഷ്ടിജാലങ്ങൾ ഇവിടെയുണ്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ നിസ്കരിച്ചില്ലെങ്കിൽ ഇസ്ലാം ദീൻ പൊളിഞ്ഞു പോകും, ഞാനിവിടെ പ്രവർത്തിച്ചില്ലെങ്കിൽ ഇസ്ലാം ദീൻ ഉണ്ടായി പോകൂല എന്ന് നമ്മൾ ആരും ചിന്തിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ആര് പടച്ചോന് നന്ദി ചെയ്തിട്ടുണ്ടോ അത് അവന് വേണ്ടി തന്നെയാണ്, അല്ലാതെ പടച്ചോന് വേണ്ടിയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നമ്മുടെ നന്ദിയുടെ ആവശ്യമേ ഇല്ല. കാരണം അവന് നന്ദി ചെയ്യാനും അവന് ദിക്ർ ചെയ്യാനും സുബ്ഹാനല്ലാഹ് പറയാനും തസ്ബീഹുകൾ ചെയ്യാനും സുജൂദുകൾ ചെയ്യാനും ഈ ലോകത്തൊരു മനുഷ്യനുമില്ലെങ്കിലും ഈ മനുഷ്യനുണ്ടാകുന്നതിന് മുമ്പ് തന്നെയും അള്ളാഹുവിന് മലക്കുകൾ എന്ന സൃഷ്ടികളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ആരാധനകളും നമ്മുടെ ഇബാദത്തുകളും നമ്മുടെ നന്മകളുമെല്ലാം അത് നമുക്ക് വേണ്ടി തന്നെയാണ്. വമൻ കഫറ, ഇനി അള്ളാഹുവിന് ആരെങ്കിലും നിഷേധം കാണിച്ചു, അവൻ അള്ളാഹുവിന് നന്ദി കാണിച്ചില്ല, നന്ദി കേടി കാണിച്ചാൽ ഫഇന്ന റബ്ബി ഗനിയ്യുൻ കരീം. നമ്മൾ മനസ്സിലാക്കണം, എന്റെ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഗനിയാണ്. നമ്മുടെ ഒന്നും ഒരു ശുക്റിനോ ഒരു ഹംദിനോ സുജൂദിനോ പടച്ചവൻ ആവശ്യമില്ല. അതൊക്കെ നമുക്ക് വേണ്ടി തന്നെയാണ്. ഫഇന്ന റബ്ബി ഗനിയ്യുൻ കരീം, എന്റെ റബ്ബ് ഗനിയാണ് എന്ന് പറഞ്ഞാൽ ഒരാളുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനാണ്. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതാണ്. ഇനി സഹോദരന്മാരെ, ഞാൻ പറഞ്ഞല്ലോ മലക്കുകളുടെ വലുപ്പം നമ്മൾ പറഞ്ഞു. ആ മലക്കുകളുടെ വിനയം കൂടി നമ്മളത് ശരിക്കും മനസ്സിലാക്കണം. നമുക്ക് ജീവിതത്തിൽ പലപ്പോഴും ചെറിയ അഹങ്കരിക്കാൻ യാതൊരു വകുപ്പുമില്ലെങ്കിൽ പോലും അഹങ്കാരത്തിന് യാതൊരു കുറവുമില്ലാത്തവനാണ് പലപ്പോഴും പല ആളുകളും പല മനുഷ്യന്മാരും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ സൃഷ്ടികളുടെ വിനയം, അല്ലാഹുവിന്റെ മലക്കുകളുടെ വിനയം നമ്മൾ ശരിക്കും മനസ്സിലാക്കി നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ മലക്കുകളുടെ മുഴുവൻ പറഞ്ഞു, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചു. ഫഇദാ സവ്വൈതുഹു വനഫഖ്തു ഫീഹി മിൻ റൂഹി ഫഖഉ ലഹു സാജിദീൻ. ഞാൻ ആദമിനെ സൃഷ്ടിച്ച് ആദമിനെ എന്റെ റൂഹിൽ നിന്ന് ഞാൻ അദ്ദേഹത്തിലേക്ക് ഊതിക്കഴിഞ്ഞാൽ ഫഖഉ ലഹു സാജിദീൻ, നിങ്ങൾ എല്ലാവരും ആദം നബിക്ക് സുജൂദ് ചെയ്യണം. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ മലക്കുകളോടും പറഞ്ഞു, ജിബ്രീൽ അടക്കമുള്ള ആളുകളോട്. ഞാൻ പറഞ്ഞു, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വലിപ്പം എത്രയാണ്? അള്ളാഹുവിന്റെ അർശ് വഹിക്കുന്ന മലക്കിന്റെ വലിപ്പം എത്രയാണ്? ആ മലക്കുകൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇനി ആദം നബിന്റെ വലിപ്പം എത്രയാണ്? പ്രവാചകന്റെ ഹദീസിൽ കാണാം, ഖലഖല്ലാഹു ആദമ വതൂലുഹു 60 ദിറാ, 60 മുഴം മാത്രം. ഈ 60 മുഴം മാത്രം വരുന്ന മനുഷ്യന് ആരാണ് സുജൂദ് ചെയ്യുന്നത്? 600 ചിറകുകളുള്ള ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. അള്ളാഹുവിന്റെ അർശ് വഹിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന് ഒരിക്കലും ഭാവനയിൽ പോലും കാണാൻ സാധിക്കാത്ത വിധം വലുപ്പമുള്ള ഭീമാകാരങ്ങളായ മലക്കുകൾ സുജൂദ് ചെയ്യുന്നു. എന്ന് പറയുന്നു, ഫസജദൽ മലായികത്തു കുല്ലുഹും അജ്മഊൻ, എല്ലാവരും സുജൂദ് ചെയ്യുകയാണ്. ഒരു മലക്ക് പോലും അമാന്തിച്ചു നിന്നില്ല. ഇത്രയും വലിയ വലിപ്പമുള്ള ഞാൻ
ഇത്തിരി പോന്ന ആദമിന് സുജൂദ് ചെയ്യുകയോ? ചിന്തിച്ചോ മലക്കുകൾ? അതാണ് മലക്കുകളുടെ വിനയം എന്ന് പറയുന്നത്. എത്ര വലിയ സൃഷ്ടികളാണ് അള്ളാഹുവിന്റെ മലക്കുകൾ. അള്ളാഹുവിന്റെ മുമ്പിൽ പോയിട്ട് അള്ളാഹുവിന്റെ അർശ് വഹിക്കുന്ന മലക്കിന്റെ മുമ്പിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന ഒന്നാമത്തെ മനുഷ്യൻ, ഏറ്റവും നീളമുള്ള മനുഷ്യൻ നിന്നാൽ എന്തായിക്കാരപ്പന്റെ അവസ്ഥ നിങ്ങളെ ചിന്തിച്ചു നോക്കൂ. പക്ഷെ അത്രയും ആ മലക്കിന്റെ മുമ്പിൽ സൃഷ്ടി കൊണ്ട് വലിപ്പം കൊണ്ട് ചെറുപ്പമാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാംക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടി അള്ളാഹ് പറഞ്ഞ ഫഖഉ ലഹു ഫസജദൽ മലായികത്തു കുല്ലുഹും അജ്മഊൻ, എല്ലാവരും സുജൂദ് ചെയ്തു. നിങ്ങൾ ആലോചിക്കണം, ആ മലക്കുകളുടെ ഒരു വിനയം എത്രയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ അംഗീകരിക്കാൻ അവർ കാണിക്കുന്ന ധൃതിപ്പെടുന്ന അവസ്ഥ എത്രയാണ്. അതാണ് അള്ളാഹു മലക്കുകളെ സംബന്ധിച്ച് പറഞ്ഞത്. അവർ അള്ളാഹുവിന്റെ കൽപ്പന അവരുടെ അള്ളാഹ് എന്ത് കൽപ്പിച്ചാലും അവർ ഒരിക്കലും അത് എതിര് കൽപ്പിക്കുന്നവരല്ല. അതുകൊണ്ട് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് സുജൂദ് ചെയ്തു. നിങ്ങൾ ആലോചിച്ചു. പക്ഷെ അവിടെ ഇബ്ലീസ് ഉണ്ടായിരുന്നു. ഇബ്ലീസിന്റെ ഉള്ളിൽ കിബറുണ്ട്, മലക്കുകളുള്ളിൽ അതില്ല. ഇബ്ലീസ് എന്താ പറഞ്ഞത്? ഖാല അന ഖൈറുൻ മിൻഹു ഖലഖ്തനി മിൻ നാരിൻ വഖലഖ്തഹു മിൻ തീൻ. ഞാനിങ്ങനെ വലിപ്പമല്ല നോക്കിയത് ഇബ്ലീസ്. കാരണം ഇബ്ലീസിനേക്കാളും വലിപ്പമുള്ള മലക്കുകൾ ആദം നബിക്ക് സുജൂദ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇബ്ലീസ് നോക്കിയത് വലിപ്പമല്ല, അവൻ വർഗീയത നോക്കി, അവൻ ജാതിയാണ് നോക്കിയത്. നമ്മുടെ നാട്ടിൽ ചില ആൾക്കാർ നോക്കലുണ്ട്, മറ്റേ ഇന്നെന്ന് സൃഷ്ടിച്ച ആളാണ്, അതുകൊണ്ട് ഇന്ന ജാതിയാണ്. ജാതിവാദ ആദ്യം ഉന്നയിച്ച ആൾ ഇബ്ലീസാണ്. ഖലഖ്തനി മിൻ നാർ വഖലഖ്തഹു മിൻ തീൻ. എന്നെ പടച്ചവനെ സൃഷ്ടിച്ച തീയിൽ നിന്നല്ലേ, ആദമിനെ സൃഷ്ടിച്ച മണ്ണെന്നല്ലേ, അതുകൊണ്ട് അന ഖൈറുൻ മിൻഹു, ഞാൻ സുജൂദ് ചെയ്യാൻ പറ്റില്ല, ഞാനാണ് ആദമിനേക്കാൾ ഖൈറുള്ളവൻ. ഇത് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുന്നതിൽ നിന്ന് അവനെ തടഞ്ഞ കിബറാണ്. എന്താ കിബർ? അവന്റെ ബുദ്ധി ഉപയോഗിച്ചു. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ അവ്വലു മൻ ഖാസ ഇബ്ലീസ്, ലോകത്ത് ആദ്യമായി കൊണ്ട് പ്രമാണങ്ങൾക്കെതിരെ ബുദ്ധി ഉപയോഗിച്ച് ഖിയാസ് നടത്തിയത്, താരതമ്യം തുലനം നടത്തിയത് ഇബ്ലീസാണ്. അതായത് പൊട്ട ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടാണ്. അള്ളാഹ് പറഞ്ഞത് മലക്കോട് പറഞ്ഞ് സുജൂദ് ചെയ്യാൻ വേണ്ടി. ആ സദസ്സിൽ ഇബ്ലീസ് അടക്കമുള്ള ആളുകൾ ഉണ്ടായത് കൊണ്ടാണ് ഇബ്ലീസും കൂടി സുജൂദ് ചെയ്യാൻ ബാധ്യസ്ഥനായത്. അത് ഇബ്ലീസിനും അറിയാം. അതുകൊണ്ടാണ് അള്ളാഹ് ചോദിച്ചത്, നീ എന്തുകൊണ്ടാണ് സുജൂദ് ചെയ്യാതിരുന്നു ചോദിച്ചപ്പോ എനിക്കത് ബാധകമല്ല എന്നല്ല അവൻ പറഞ്ഞത്, ഞാൻ സൃഷ്ടിക്കപ്പെട്ട തീയിൽ നിന്നാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മണ്ണിൽ, അതുകൊണ്ട് ഞാൻ സുജൂദ് ചെയ്യൂല. ഇതാണ് കിബർ. സഹോദരന്മാർ, നമ്മുടെ ജീവിതത്തിൽ ഇത് രണ്ടും അള്ളാഹ് പറഞ്ഞെന്തിനാ? മലക്കുകളുടെ വിനയമാണ് നമുക്കുള്ളത്, ഇബ്ലീസിന്റെ കിബറാണോ? അള്ളാന്റെ കൽപ്പനകളോട് നമ്മുടെ സമീപനം എന്താണ്? നമ്മൾ ശരിക്കും ചിന്തിക്കണ്ടേ. അള്ളാഹും റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ ഇബ്ലീസിനെ പോലെ അതിന് ദുർന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് തള്ളാനുള്ള ധൃതിയാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അതല്ലേ മലക്കുകളെ പോലെ അത് സ്വീകരിക്കാനുള്ള മനസ്സാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. തീർച്ചയായും മലക്കുകളെ പോലൊരു മനസ്സാണ് നമുക്കും ഉണ്ടാകേണ്ടത്. അതുകൊണ്ടാണ് ചരിത്രക്കാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എത്ര വലിയ സ്ഥാനത്തുള്ളവനാണെങ്കിലും അള്ളാന്റെ കൽപ്പന വന്നാൽ അതിന് കീഴടങ്ങണം. അതാണ് മലക്കുകൾ നമുക്ക് പഠിക്കാനുള്ള പാഠം. നമ്മളെക്കാളൊക്കെ എത്രയോ വലിയ സൃഷ്ടികളല്ലേ, നമ്മളെക്കാൾ എത്രയോ ശക്തിയുള്ളവരാണ് അള്ളാഹുവിന്റെ മലക്കുകൾ. പക്ഷെ അള്ളാഹു ഒരു കൽപ്പന കൊടുത്തു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സുജൂദ് ചെയ്യാൻ കൽപ്പന. ഒരു ചിന്തിച്ചോ, പടച്ചവനെ സുജൂദ് എനിക്ക് മാത്രമല്ലേ പറ്റുള്ളൂ. അങ്ങനെ ചില ആൾക്കാർ, സുജൂദ് എനിക്ക് മാത്രമല്ലേ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ സുജൂദ് ചെയ്യാൻ അള്ളാഹ് പറഞ്ഞതാണ്. അള്ളാഹ് പറഞ്ഞാൽ അള്ളാഹ് ഒരു കല്ലിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞു, സുജൂദ് ചെയ്യണ്ടേ? അള്ളാന്റെ കൽപ്പനയാണെങ്കിൽ അത് അനുസരിക്കാൻ ബാധ്യസ്ഥരല്ലേ. അള്ളയാണോ പറഞ്ഞത് എങ്കിൽ ചെയ്യണം. അള്ളാഹ് സുജൂദ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാലോ പാടില്ല. എന്തുകൊണ്ടാണ് ഖബറിന്റെ അടുക്കൽ പോയി സുജൂദ് ചെയ്യാൻ പാടില്ലാത്തത്? അത് അള്ളാഹ് റസൂലും പറയാത്തതുകൊണ്ടാണ്, അള്ളാഹ് വിരോധിച്ചതുകൊണ്ടാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാംക്ക് സുജൂദ് ചെയ്യാൻ. അവിടെ അള്ളാഹുവിന്റെ കൽപ്പനയാണ് പ്രധാനം. അതുകൊണ്ട് തന്നെ ആ സുജൂദ് അള്ളാഹു സുബ്ഹാനഹു വ തആലക്കുള്ള സുജൂദായി കൊണ്ട് മാറുന്നു എന്നുള്ളതാണ്. ഇനിയോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ? നമ്മളൊക്കെ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും കഴിവിന്റെ പരമാവധി പടച്ചറപ്പിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ പരിശ്രമിക്കുന്നവരാണ്. പക്ഷെ പലപ്പോഴും രഹസ്യ ജീവിതത്തിൽ തിന്മകൾ വന്നു പോകാം. അവിടെ നമ്മൾ ഒറ്റക്കാവുന്ന ഒരു ഘട്ടം വന്നാൽ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? ഒറ്റക്കാണെങ്കിലും എന്റെ കൂടെ ഒരു മലക്കുണ്ടല്ലോ. ഇത് മലക്കുകളുടെ വിശ്വാസത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട അടിസ്ഥാനപരമായ ഒരു കാര്യമാണ്. നിങ്ങൾക്ക് സംരക്ഷകരായിക്കൊണ്ട് ചില മലക്കുകളുണ്ട്. കിറാമൻ കാത്തിബൂൻ, മാന്യന്മാരെ എഴുത്തുകാരാണ് അവർ. യഅലമൂന മാ തഫ്അലൂൻ, നിങ്ങൾ എന്ത് പ്രവർത്തിച്ചാലും അത് അവർ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു.
അത് രഹസ്യമായെങ്കിലും പരസ്യമാണെങ്കിലും വീട്ടിനുള്ളിൽ നിന്നാണെങ്കിലും അങ്ങാടിയിൽ നിന്നാണെങ്കിലും ബെഡ്റൂമിൽ നിന്നാണെങ്കിലും എവിടെ വെച്ചുകൊണ്ടാണെങ്കിലും യഅലമൂൻ, ആ മലക്കുകൾ അറിയാതെ ഒന്നും ഒരു പ്രവർത്തനം, ഒരു മൊബൈലാണെങ്കിലും അതുപോലെ തന്നെ മറ്റു സംഗതികളാണെങ്കിലും ഈ റോട്ടിൽ വെച്ചാണെങ്കിലും നാട്ടിൽ വെച്ചാണെങ്കിലും എവിടെയാണെങ്കിലും നിങ്ങൾക്കൊന്നും പ്രവർത്തിക്കാൻ സാധ്യമല്ല. അതാണ് പടച്ചറപ്പിന്റെ മുമ്പിലേക്ക് ഹാജരാക്കപ്പെടുന്ന രേഖകൾ. അതിനുവേണ്ടി അള്ളവിടെ നമ്മളെ നിരീക്ഷിക്കാൻ വേണ്ടി മലക്കുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു വിശ്വാസിയുടെ മനസ്സിലൂടെ മൂലമായി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് സഹോദരന്മാരാക്കി തിന്മയിലേക്ക് പോകാൻ കഴിയുക? അള്ളാഹു കാണുന്നു, അവന്റെ മലക്കുകളും കാണുന്നുണ്ട്. അള്ളാഹുവിനോട് ലജ്ജയുള്ളവരായിരിക്കണം നമ്മൾ. അള്ളാഹുവിന്റെ മലക്കുകൾ കാണുന്നതോട് നമുക്ക് ലജ്ജയുണ്ടാകണം. അങ്ങനെ ഉണ്ടാകുന്ന ഒരു മനുഷ്യൻ ഒരിക്കലും തിന്മയിലേക്ക് പോകൂല. മഹാൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ അറിയോ? അലാ അസ്തഹി മിൻ റജുലിൻ തസ്തഹി മിൻഹുൽ മലായിക, മലക്കുകൾ പോലും ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കാണുമ്പോൾ ലജ്ജിക്കുന്നു എന്ന് പറഞ്ഞാൽ അത്രയും ലജ്ജയുള്ളവരാണ് അള്ളാഹുവിന്റെ മലക്കുകൾ. ഉസ്മാൻ ഇബ്നു അഫ്ഫാനും ആ സ്വഭാവം കിട്ടിയിട്ടുണ്ട് എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. മലക്കുകളുടെ നല്ല സ്വഭാവങ്ങളൊക്കെ നമുക്കുണ്ടാകണം. അവർ ലജ്ജയുള്ളവരാണ്, അള്ളാഹുവിന്റെ കൽപ്പനകൾ ധിക്കരിക്കാത്തവരാണ്, അള്ളാഹുവിന്റെ തസ്ബീഹുകളും അതുപോലെ തന്നെ തഹ്മീദുകൾ അർപ്പിക്കുന്നവരാണ്. ഈ ചില വിശ്വാസങ്ങൾ അത് നമ്മുടെ ജീവിതത്തിലും കൂടി പകർത്തപ്പെടുമ്പോഴാണ് ഈ വിശ്വാസം പൂർണ്ണമാകുന്നത്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ റബ്ബായിട്ടുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഏറ്റവും സമീപസ്ഥനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് പ്രാർത്ഥിക്കുവാനും ആരാധനകൾ അർപ്പിക്കുവാനും ഒന്നും നമുക്കൊരു ഇടയാളിന് ആവശ്യമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നേരിട്ട് പ്രാർത്ഥിക്കണം, ഇടയാളന്മാരെ വേണ്ട എന്ന് പറഞ്ഞത് ചില ആളുകൾ വലിയ വിവാദമാക്കി ഇരിക്കുന്ന സന്ദർഭമാണ്. അതിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിലേക്കല്ല ഞാൻ പോകുന്നത്. നേരെ മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കാൻ ഒരു ഇടയാളൻ ആവശ്യമില്ല എന്നത് ഖുർആന്റെയും സുന്നത്തിന്റെയും ഇസ്ലാമിന്റെയും അടിസ്ഥാനമാണ്. അത് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, എന്റെ അടിമകൾ നിന്റെ അടുക്കൽ വന്ന് ചോദിക്കാൻ എന്നെ കുറിച്ച് നീ അവരോട് പറയും ഫഇന്നി ഖരീബ്, ഞാൻ അവരെ ഏറ്റവും സമീപത്തിൽ തന്നെയുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ ദാത്ത് കൊണ്ടുണ്ട് എന്നല്ല. അള്ളാഹു അവന്റെ അർശിലാണ്, പക്ഷെ അവന്റെ ഇൽമു കൊണ്ടും ഖുദ്റത്ത് കൊണ്ടും അവന്റെ സമഅ് കൊണ്ടും ബസർ കൊണ്ടും എല്ലാം അള്ളാഹുവിന്റെ സിഫാത്തുകളിൽ നമ്മുടെ കൂടെയാണെന്ന് പറഞ്ഞാൽ അവൻ നമ്മൾ അറിയുന്നു, കാണുന്നു, കേൾക്കുന്നു, മനസ്സിലാക്കുന്നു. അവന്റെ ഏറ്റവും അടുത്തുള്ള അവന്റെ ഹൃദയത്തെക്കാളും അവനോട് അടുത്തവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി, എന്നോടൊരു അടിമ പ്രാർത്ഥിച്ചാൽ ഞാൻ അടിമക്ക് ഉത്തരം കൊടുക്കും അല്ലാഹു പറയുന്നു. അപ്പൊ അടുത്ത് നിൽക്കുന്ന രണ്ട് വസ്തുക്കൾക്കിടയിൽ ആ ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവിലേക്ക് അടുപ്പിക്കാൻ വേറൊരു കാര്യം കൂടെ അവിടെ കയറ്റിക്കഴിഞ്ഞാൽ ഇത് രണ്ടും തമ്മിൽ അകലല്ലേ ചെയ്യാം. സഫിൽ അടുത്ത് നിൽക്കുന്ന പരസ്പരം അടുത്ത് നിൽക്കുന്ന ആളുകൾ, ആ ആളുടെ ഇടയിലേക്ക് ഒരാൾ കയറുന്നാൽ ഈ രണ്ടാളുകളും തമ്മിൽ അകലല്ലേ ചെയ്യാം. നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുപ്പിക്കഴിഞ്ഞ് വേറെ ആളെ നടുവ് നിർത്തി കഴിഞ്ഞാൽ നമ്മളും പടച്ചവനും തമ്മിലുള്ള ബന്ധം അകന്നു പോകില്ല ചെയ്യാം. അതുകൊണ്ടാണ് ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇതൊരു വിവാദമാക്കേണ്ട കാര്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ചാൽ മതി. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ നമ്മുടെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരേക്കുമുള്ള പ്രവാചകന്മാരുടെ മുഴുവൻ പ്രാർത്ഥനകളും ഖുർആനിലുണ്ട്. അവിടെ ഒന്നൊരു ഇടയാളൻ, ഒരു മധ്യസ്ഥനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഭാതം മുതൽ പ്രദോഷം വരെ അവന്റെ കടക്കപ്പായിലേക്ക് പോകുന്നവരെ പ്രാർത്ഥിക്കേണ്ട മുഴുവൻ പ്രാർത്ഥനകളും പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെ ഒന്നും ഒരു ഇടയാളനെ അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല. പിന്നെ ആളുകൾക്ക് സംശയം ഉണ്ടാവും, വബ്തഗൂ വസീല എന്നുള്ള പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ അള്ളാഹുലേക്ക് വസീല തേടൂ എന്ന് അള്ളാഹു ഖുർആൻ പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. അവിടെ വസീല തേടുന്ന അള്ളാഹിന്റെ ഒരു അടിയിൽ അള്ളാഹിന്റെ നിങ്ങളുടെ ഇടയിൽ ആളെ നിർത്തിക്കൊന്നല്ല. നേരെ മറിച്ച് അവിടെ എല്ലാ മുഫസ്സിരിങ്ങളും സഹാബത്തിന്റെ കാലം മുതൽക്കുള്ള ഇന്ന് വരേക്കുള്ള എല്ലാ മുസ്ലിങ്ങളും അത് മനസ്സിലാക്കിയത് എന്താണ്? അള്ളാഹുവിലേക്ക് നിങ്ങൾ നിങ്ങളുടെ നന്മ കൊണ്ട് അടുത്തോന്നാണ്.
ഇവിടെ നടന്നിട്ട് കാര്യമില്ല, മുസ്ലിമാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നന്മകൾ ചെയ്തെങ്കിലേ പടച്ചോനിലേക്ക് അടുക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് അള്ളാഹുലേക്ക് അടുക്കുന്ന നന്മകൾ വർദ്ധിപ്പിച്ചോ എന്നതിനർത്ഥം. അതല്ലാതെ പടച്ചോന്റെ അടിയിൽ ഒരാളെ കയറ്റി നിർത്തിക്കോന്നല്ല. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ക്ഷാമമുണ്ടായി, വരൾച്ചയുണ്ടായി. അബ്ബാസ് റളിയല്ലാഹുവിന് ജീവിച്ചിരിക്കുന്ന കാലം, അബ്ബാസ് റളിയല്ലാഹു റസൂലുള്ളാഹിന്റെ പിതൃവ്യനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ ഖബറോടുണ്ട്, മദീനത്താണ് സംഭവം. അബ്ബാസ് റളിയല്ലാഹുവിനെ ഇമാമത്ത് നിസ്കരിപ്പിച്ചു, മഴ കിട്ടി. ഇതാണ് വേറെ തെളിവുണ്ടോ? അബ്ബാസ് റളിയല്ലാഹുവിനെ ഇമാമത്ത് നിർത്തിയില്ലേ, അതുകൊണ്ട് അബ്ബാസ് റളിയല്ലാഹുവിനെ മധ്യസ്ഥനാക്കിയില്ലേ എന്ന ചില ആളുകൾ ചോദിക്കും. എവിടെ മധ്യസ്ഥനാക്കിയത്? ജീവിച്ചിരിക്കുന്ന ഒരാളോട് എനിക്ക് വേണ്ടി താങ്കൾ പ്രാർത്ഥിക്കണം. അത് വിശ്വാസികൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പരസ്പര സൗഹൃദത്തിന്റെ ഭാഗമാണ്. അതിൽ ഇസ്ലാം വിരോധിച്ചിട്ടില്ല, അത് പ്രോത്സാഹിപ്പിച്ചതാണ്. അങ്ങനെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ടുണ്ട്. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു പ്രാർത്ഥന നടത്തി, റസൂലുള്ളാഹി അവിടത്തേക്ക് പ്രാർത്ഥിക്കട്ടെ എന്ന്. റസൂലുള്ളാഹിനെ അള്ളാഹിന്റെ ഇടയിൽ വിട്ട് റസൂലുള്ളാഹിനെ പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ മരിച്ചവരോട് പ്രാർത്ഥിക്കുക. നമ്മളെ നാട്ടിൽ അതാണ് കേൾക്കുന്നത്. മാലകളിലൊക്കെ എന്താ ഉള്ളത്? ബദരീങ്ങളോട് അങ്ങോട്ട് പ്രാർത്ഥിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? വിശ്വാസം എന്താ? ബദരീങ്ങൾ അള്ളാഹിനോട് പറയട്ടെ. അല്ലെങ്കിൽ മരിച്ച ആളുകളോട് അങ്ങോട്ട് പ്രാർത്ഥിക്കുക, എന്നിട്ട് അവർ അള്ളാഹിനോട് പറയട്ടെ. അപ്പൊ അള്ളാഹിന്റെ ഇടയിലും ബദരീങ്ങളെയും റസൂലുള്ളാഹിനെ മരിച്ചവരെയും നിർത്തുക. ഇനി ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ ശരി, അത് ഇസ്ലാമികമായി ശരിയല്ല. ഇത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. പടച്ചവനോട് ഏതൊരു മനുഷ്യനും എവിടെ വെച്ചുകൊണ്ടും പ്രാർത്ഥിച്ചാലും അമ്മ യുജീബുൽ മുദ്തറ ഇദാ ദഅാഹു വയക്ഷിഫു. എത്ര പ്രയാസത്തിലുള്ള ആളാണെങ്കിലും അവൻ അള്ളാഹുവിനോട് ചോദിച്ചാൽ ഉത്തരം നൽകുന്നവൻ പടച്ചോനല്ലാതെ. അമ്മ യുജീബുൽ മുദ്തറ ഇദാ ദഅാഹു. ഒരു പ്രയാസത്തിന്റെ ഘട്ടത്തിൽ അള്ളാഹുവിനോട് ചോദിച്ചാൽ ഉത്തരം നൽകുന്ന പടച്ചോനല്ലാതെ വേറെ ആരാളുള്ളത്? ഇതൊക്കെ ഖുർആനിൽ ആദ്യം മുതൽ അവസാനം വരെ നിറഞ്ഞു കിടക്കണം. നിങ്ങൾ ആലോചിച്ചു, ഖുർആന്റെ ഈ ആയത്തുകളും ഹദീസുകളും ഒന്നും ആളുകൾക്ക് വേണ്ട. ഏതെങ്കിലും ഒരു ഹദീസിന്റെ തുണ്ടമോ അല്ലെങ്കിൽ ഏതെങ്കിലും ദഈഫ ഹദീസിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും കിതാബിൽ, അറബി കിതാബിൽ വലത്തുന്ന ഏത്തോട്ട് ഏതെങ്കിലും കിതാബിൽ കണ്ടാൽ മതി. അതാണ് വലിയ തെളിവ്. അള്ളാഹ് ആകാശത്തിൽ ഇറക്കിയ ഖുർആനൊന്നും തെളിവല്ല. പ്രവാചകൻ 23 കൊല്ലം കൊണ്ട് നടത്തിയ പ്രബോധനത്തിന്റെ ഹദീസുകൾ തെളിവല്ല. ഇതൊക്കെയാണ് ഈമാൻ തിരിച്ചു പോകുന്ന കാര്യം. അതുകൊണ്ട് നമ്മുടെ ഏറ്റവും അടുത്തവനായ പടച്ചറപ്പിലേക്ക് അടുക്കാൻ ഇനി വേറെ അടയാളം നമുക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമികമായിക്കൊണ്ട് ശരിയല്ലാത്ത വാദമാണെന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ ഇസ്ലാം ശരിക്കും നമ്മൾ പഠിക്കുക. ഇസ്ലാം പഠിക്കണമെങ്കിൽ വളരെ സിമ്പിളാണ്. അള്ളാന്റെ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ നല്ല തഫ്സീറുകൾ ഉപയോഗിച്ച് വായിക്കുക, പഠിക്കുക. അതല്ലെങ്കിൽ ഏതെങ്കിലും ആളുകൾ അടുക്കൽ ചെന്ന് നമുക്ക് ഖുർആൻ പഠിക്കുക. ഇത് തന്നെ ഖുർആനും ഹദീസും പഠിച്ചാൽ തന്നെ ഒരാൾക്ക് ശരിയായ പാതയിലേക്ക് എത്തിച്ചേരാൻ കഴിയും. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്നുള്ള ആത്മാർത്ഥ പ്രാർത്ഥിക്കുകയും ചെയ്താൽ അള്ളാഹ് അയാളെ ഹിദായത്തിലാക്കും, ഒരിക്കലും ബലാലത്തിലാക്കും. അങ്ങനെ തന്നെ ഹിദായത്ത് കിട്ടി വന്ന ആളുകളാണ് ഇതൊക്കെ. ലോകത്തെല്ലാം മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുന്ന കാലഘട്ടത്തിൽ ഒക്കെ ശിർക്കിലല്ലായിരുന്നു. പിന്നീട് തൗഹീദിലേക്ക് വന്നു. പ്രവാചകൻ വന്നപ്പോ ഒക്കെ ശിർക്കിലല്ലേ, ഒക്കെ തൗഹീദിലേക്ക് വന്നത് എങ്ങനെയാണ്? ഇങ്ങനെ തന്നെയാണ്. യുഅല്ലിമുൽ കിതാബ വൽ ഹിക്മ. ഖുർആൻ സുന്നത്ത് പഠിപ്പിച്ചിട്ടാണ് അവരൊക്കെ തൗഹീദിലേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് അത് തന്നെയാണ് ഇന്ന് നമ്മൾ ഒറ്റമൂലി, വേറെ ഒറ്റമൂലിയൊന്നുമില്ല. ഖുർആൻ സുന്നത്ത് പഠിക്കുക. അത് പഠിക്കാനായിക്കുള്ള അർത്ഥം പറയാൻ പാടില്ല, കണ്ടുപൊട്ടിപ്പോവും എന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ പേടിപ്പിച്ചിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. അതൊക്കെ മാറി ഇന്നിപ്പോ ഏതൊരാളും കാണാതെ അള്ളാഹിന്റെ ഖുർആൻ വായിക്കാനും പഠിക്കാനൊക്കെ നമുക്ക് സൗകര്യങ്ങളതെല്ലാം ഉപയോഗപ്പെടുത്തി യഥാർത്ഥ ഹിദായത്തിന്റെ വഴിയിലേക്ക് എത്തുവാൻ നമ്മൾ പരിശ്രമിക്കണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അവന്റെ ദീൻ കൃത്യമായി പഠിച്ചു മനസ്സിലാക്കി അതനുസരിച്ച് കൊണ്ട് ജീവിക്കുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മെ നമ്മുടെ കുടുംബത്തെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു എല്ലാവരും നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ അല്ലാഹു അവർക്കെല്ലാം സ്വർഗ്ഗം നൽകി ആദരിക്കുമാറാവട്ടെ. അവരെ നമ്മെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين امين برحمتك يا ارحم الراحمين.